ആണ്ടവരുടെ നാമം മയപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു നാൾ കൂടെ തന്നിരിക്കെ ആണ്ടവർ നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ നമുക്ക് പാക്കലാം. അവൻ ചെയ്ത കൃപകളെ നമുക്ക് പാക്കലാം. അവൻ നമ്മളോട് നമുക്ക് ഒരു വാരം കൂടെ നമുക്ക് നൽകിയിരിക്കെ ഈ വാരത്തിൽ നമ്മൾ ആണ്ടവരുടെ സന്നിധിയിൽ വന്നിരിക്കെ ആണ്ടവർ നമുക്ക് തരുന്ന വചനത്തെ നമുക്ക് പാക്കലാം. ആണ്ടവർ എന്ന വചനം താൻ നമുക്ക് തരുന്നത് നമുക്ക് പാക്കലാം. എങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എഫെസ്യ ലേഖനം മൂന്നാം അധ്യായം 5 വരെ നമ്മൾ 1 തൊട്ട് 5 വരെ നമ്മൾ പഠിച്ചാച്ച് നമ്മൾ ഇനി 6-ാം വാക്യം തൊട്ട് താൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എഫെസ്യർ 6 നമ്മൾ എന്നാ വായിക്കുന്നത്? നമ്മൾ നേരത്തെ വായിച്ചു. ആണ്ടവർക്ക് നമ്മളുടെ ഒരു മിസ്റ്ററി சொல்லுவான் ഇരുന്നാച്ചേ അത് നമ്മളോട് ചൊല്ലിയാച്ചേ അത് മിസ്റ്ററി എന്ന് ചൊല്ലിയാൽ അല്ലെങ്കിൽ ഒരു ഹിഡൻ തിങ് അല്ലെങ്കിൽ ആണ്ടവര് ഒരു ഒളിച്ചു വെച്ച ഒരു കാര്യം അത് നമ്മളോട് ചൊല്ലിയാച്ചേ അത് എന്നാന്ന് പറഞ്ഞാൽ അതായത് അന്യജാതിക്കാര് ആണ്ടവരുടെ ശരീരമായി തീരും അല്ലെങ്കിൽ ആണ്ടവർക്ക് പ്രിയമാനവരായി തീരും എന്നതാണ്. എന്നാൽ ഇங்கே 6-ാം വാക്യത്തിൽ ആൻഡ് ഫോർ ദാറ്റ് ദ ജെന്റൈൽ ഷുഡ് 6-ാം വാക്യത്തിൽ അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവാസികളും ഏകശരീരസ്ഥരും വാഗ്ദത്തിന്റെ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യം നമ്മൾ വായിക്കുക. അതായത് ജാതികൾ എന്ന് சொல்லிയാൽ ജൂതന്മാർ അല്ലാത്തവർ അല്ലെങ്കിൽ ആണ്ടവരെ വിശ്വസിക്കാത്തവർ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം നമുക്കില്ലാത്ത അല്ലെങ്കിൽ ന്യായപ്രമാണം നമുക്കില്ലാത്ത ജാതികൾ, അതായത് നമ്മളെല്ലാവരുമേ അത് നമ്മൾ എന്നെ പറ്റിയാച്ച് സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവാസികൾ. നമ്മൾ സുവിശേഷം മൂലം നമ്മൾ ആണ്ടവരുടെ കൂട്ടവാസികളായി, അതായത് ക്രിസ്തു യേശുവിന്റെ കൂട്ടവാസികൾ. അതായത് ആണ്ടവരായ യേശു ക്രിസ്തുവിന് എന്നൊക്കെ അവന്റെ പ്രിയമിത്രമായി അല്ലെങ്കിൽ അവരുടെ കൂടെ നടക്കുന്നവരായി അല്ലെങ്കിൽ അവന്റെ ചിത്തമനുസരിച്ച് നടക്കുന്നവരായി അല്ലെങ്കിൽ അവൻ നമ്മുടെ ചിത്തമനുസരിച്ച് നടക്കുകയും നമ്മളെ അവന്റെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കാണും. നമ്മൾ കൂട്ടവാശി പറഞ്ഞാൽ അവന് എന്നൊക്കെ അനുഗ്രഹം കിടച്ചാച്ച് ആ അനുഗ്രഹം എല്ലാം നമുക്കും കിടച്ചാച്ച് അതാണ് കൂട്ടവാശികൾ എന്ന് ചൊല്ലുന്നത്. അവൻ ഏക ശരീരസ്ഥരും അത് മറ്റുമല്ല നമ്മൾ ഒരു ശരീരമായി തീർന്നാച്ച്, അതായത് ആണ്ടവരായ യേശു ക്രിസ്തുവിന്റെ ഏക ശരീരം അല്ലെങ്കിൽ ആണ്ടവർ നമ്മൾ വാസിക്കുമ്പോൾ നമുക്ക് തിരിയും. ആണ്ടവർ നമ്മുടെ തലയും നമ്മൾ അവന്റെ ശരീരം, അതായത് ഏക ശരീരം, അതായത് ആണ്ടവരായ യേശു ക്രിസ്തുവിന്റെ ശരീരമായി തീരുകയാണ്. അല്ലെങ്കിൽ ആണ്ടവരായ ശരീരത്തിൽ നമ്മൾ യോജിക്കപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ ആണ്ടവരായ യേശു ക്രിസ്തു നമ്മളും തമ്മിൽ ഒരു ശരീരമായിരിക്കുകയാണ് എന്നിങ്ങനെ சொல்லுது. ഏക ശരീരത്തിലും വാഗ്ദാനത്തിന് പങ്കാളികൾ, അതായത് എന്നൊക്കെ വാഗ്ദാനം ആണ്ടവരായ തകപ്പനാർ തന്റെ പുത്രന് നൽകിയിരിക്കുക. ആ തകപ്പനാർ കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മളും പങ്കാളികളായിരിക്കും. നമുക്കും ആ അനുഗ്രഹങ്ങളെല്ലാം കിടക്കും. അതായത് ആണ്ടവർ തന്റെ പുത്രന് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ എന്നായിരിക്കും, നമ്മൾ ആ വാഗ്ദത്തിന് നമ്മൾ പങ്കാളികളാകണം എന്നുള്ളത് തന്നെ. അതാണ് ആണ്ടവരുടെ ചിത്തം. ഇതാണ് നമ്മൾ വായിക്കുന്നത്. ആണ്ടവരുടെ ചിത്തം അതാണ്. കാരണം നമ്മൾ ആണ്ടവരുടെ ശരീരമായിരിക്കണം. ആണ്ടവർ കൊടുക്കുന്ന ആണ്ടവരായ യേശുക്രിസ്തുവിനെ തന്റെ മകനെ കൊടുത്തിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്കും കിടക്കണം. അതാണ് ആണ്ടവരുടെ ചിത്തം. അതാണ് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്. എന്നാൽ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപ ദാനത്താൽ ശുശ്രൂഷക്കാനായി തീർന്നു. ഇങ്ങനെ 2 കാര്യം നമ്മൾ ഇങ്ങനെ പാക്കല. 2 കാര്യം എന്നതെന്ന് ചൊല്ലിയാൽ നമ്മൾ ആ സുവിശേഷത്തിനായി ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം, അതായത് അവന്റെ സുവിശേഷത്തിനായി അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം, അവന്റെ ശക്തി, അതായത് നമ്മുടെ ശക്തിയല്ല, ആണ്ടവരായ യേശുക്രിസ്തുവിന്റെ ശക്തി മൂലം അല്ലെങ്കിൽ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ. അതുകൊണ്ട് നമുക്ക് എന്നാ കിട്ടിച്ചും ആണ്ടവരായ യേശുക്രിസ്തുവിന്റെ കൃപാദാനം അല്ലെങ്കിൽ ആണ്ടവർക്ക് കൊടുത്ത കൃപാദാനം നമുക്കും ലഭിച്ചിരിക്കുക. എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്തിൽ ശുശ്രൂഷക്കാനായിട്ട് ആ ദാനത്താൽ ഞാൻ ശുശ്രൂഷക്കാനായി, അതായത് ആണ്ടവർ എനിക്ക് കൃപാദാനം നൽകി ആ ദാനത്തിന് ദാനം പടി ഞാനും ശുശ്രൂഷക്കാരനായി തീർന്നിരിക്കുന്നു എന്ന് എങ്കിൽ ചൊല്ലിരിക്കും. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്കും ജാതികളുടെ ക്രിസ്തുവിന്റെ അപ്രയോജനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും പൗലോസ് എന്നെ ചൊല്ലുന്നത്. പൗലോസ് തന്നെ അവനെ പറ്റി ചൊല്ലുകയാണ്.
പൗലോസ് ആരാണ്, അല്ലെങ്കിൽ പൗലോസ് എപ്പടിയുള്ള മനുഷ്യൻ താൻ, അല്ലെങ്കിൽ പൗലോസ് എന്നാണ് പണിയത്, അല്ലെങ്കിൽ ആ പൗലോസിന് ആണ്ടവർ കൊടുത്ത മഹാത്മ്യം എന്നാണ്, അല്ലെങ്കിൽ ആ പൗലോസ് ആണ്ടവർക്ക് വേണ്ടി എന്നാ ചെയ്ത്, അതാണ് ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ എല്ലാ വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയ എനിക്ക്, അതായത് അവൻ അപ്പോസ്തലനായ പൗലോസ് ഒരു വലിയ ഒരു പ്രവാചകനായിട്ടും അല്ലെങ്കിൽ വലിയൊരു അപ്പോസ്തലനായിട്ടും അല്ലെങ്കിൽ ജാതികളുടെ ഒരു അപ്പോസ്തലനായിട്ടും അവൻ എന്നാ சொல்லுക, ഞാൻ ഒരു ചെറിയവൻ, അതായത് ആണ്ടവരുടെ ഭവനത്തിൽ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഞാനൊരു ചെറിയ മനുഷ്യൻ, അതായത് ആണ്ടവർ ആ ചെറിയ മനുഷ്യനായ എനിക്ക് എന്നാ ചെയ്തിരിക്കുകയും എനിക്ക് ജാതിയോട് ക്രിസ്തുവിൻ്റെ അപ്രമേയത്തെക്കുറിച്ച് അവൻ എനിക്ക് ഒരു കാര്യം പണിയാച്ച എന്നാന്നറിയാം, ഈ ചെറിയവനായ എനിക്ക് എന്നാ ചെയ്താച്ച ഞാൻ ജാതികളോട് അല്ലെങ്കിൽ അന്യജാതിക്കാരോട് സുവിശേഷം ചൊല്ലുന്ന കാര്യം ചൊല്ലുവാൻ വേണ്ടി എന്നെ ആണ്ടവർ എന്നെ നിയമിച്ചാച്ച്. നമ്മൾ பார்க்கணும், ஆண்டவர் നമ്മൾ ഇങ്ങനെ വാസിക്കുന്നത് ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് ഞാൻ ചിന്ന മനുഷ്യൻ ഞാൻ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്ത അപ്പോസ്തലന്മാർ അവർ വേറെ, അത് ഞാൻ, എന്നാൽ അതിലും ചിന്ന മനുഷ്യനായ ഞാൻ ആണ്ടവർക്ക് എന്നോട് പ്രീതി തോന്നിയിട്ട് ആണ്ടവരുടെ നേസം എന്നെ കാണിപ്പാൻ വേണ്ടി അവനെ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ അവൻ എന്നെ എടുത്തിട്ട് അവർ എന്നാ പണിയാച്ച്, എന്നെ അപ്പോസ്തലനാക്കി ഞാൻ ജാതികളുടെ അപ്പോസ്തലനാക്കി തീർത്താച്ച്. അന്നേരം നമുക്ക് പാക്കണം, അന്നേരം അപ്പോസ്തലനായ പൗലോസ് അവൻ എന്നതാണ് ജാതികളുടെ അപ്പോസ്തലൻ. നമ്മൾ വാസിക്കുവാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിയും പത്രോസ് എന്നതാണ്, അവൻ യഹൂദന്മാരുടെ ദാസനായിരുന്നു, യഹൂദന്മാരുടെ സുവിശേഷം അറിയിക്കുന്നവരായിരുന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ജാതികളുടെ സുവിശേഷം ചൊല്ലുന്ന മനുഷ്യൻ. ഇങ്ങനെ പറയുന്ന നമ്മൾ എനിക്ക് ജാതികളുടെ ക്രിസ്തുവിൻ്റെ അപ്രമേയ ദാനത്തെ, അതായത് ആണ്ടവരുടെ ആ നേസം എത്ര പെരിയതാണെന്നുള്ളത് കാണിച്ച് അതിനെപ്പറ്റി ചൊല്ലുവാൻ വേണ്ടി ആണ്ടവർ എന്നെ നിശ്ചയിച്ച്. അതായത് നമ്മൾ ആണ്ടവർ അവനെ തെരഞ്ഞെടുത്ത് അതിനൊരു പർപ്പസ് ഇരിക്കുക. ആ പർപ്പസ് എന്ന് പറഞ്ഞാൽ അവൻ ആണ്ടവരുടെ അപ്രമേയം അല്ലെങ്കിൽ ആണ്ടവരുടെ നേസത്തെ ജാതികളോട് ചൊല്ലുവാൻ വേണ്ടി, ആ സുവിശേഷം ചൊല്ലുവാൻ വേണ്ടി അവനെ തിരഞ്ഞെടുത്താച്ച എന്ന് എങ്കിൽ നമ്മൾ വായിക്കുന്നത്. 9-ാം വാക്യത്തിൽ സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്ന് തന്നെ എല്ലാവർക്കും പ്രകാശിപ്പിക്കാനായി ഈ കൃപ നൽകിയിരിക്കുന്നു. അത് എന്തുകൊണ്ട് കിടച്ചാച്ച് നമ്മൾ 9-ാം വാക്യത്തിൽ നമ്മൾ എന്നെ വാസിക്കുന്നത്, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അതായത് ഏത് ആണ്ടവർ, ഇങ്ങനെ സകലവും സൃഷ്ടിച്ച ദൈവം, ഏത് ആണ്ടവർ, സകലവും സൃഷ്ടിച്ച ആണ്ടവർ. അതായത് നമ്മൾ കൊലിസലേമത്തിൽ നമ്മൾ വാസിക്കുമ്പോൾ നമുക്ക് തിരിയും ആണ്ടവരായ യേശു ക്രിസ്തു താൻ സകലവും സൃഷ്ടിച്ച്. അന്നേരം ഇங்கே അപ്പോസ്തലനായ പൗലോസ് എന്നാ சொல்லுது, സകലവും സൃഷ്ടിച്ച, അതായത് സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മം, ആ ആണ്ടവരുടെ ഹൃദയത്തിൽ കിടന്ന മർമ്മം എന്ന് പറഞ്ഞാൽ അത് ഒരു സീക്രട്ട്, അല്ലെങ്കിൽ അത് എങ്ങുമേ അതിനെപ്പറ്റി ചൊല്ലാത്ത ആ സീക്രട്ട് അല്ലെങ്കിൽ ആ മർമ്മം അല്ലെങ്കിൽ ആണ്ടവരായ യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ നിന്ന കാര്യം അത് ഇങ്ങ വെളിപ്പെടുത്തുകയാണ്, ഇങ്ങ ചൊല്ലുകയാണ്. എന്നാ ചൊല്ലുക മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്ന് തന്നെ എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരുന്നു. ആ മർമ്മം അല്ലെങ്കിൽ ആ അടഞ്ഞിരുന്ന കാര്യം അത് ഞാൻ മൂലം പ്രകാശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും വെളിച്ചത്തിൽ കൊണ്ടുവരണം. അതായത് അത് അടഞ്ഞു കിടന്ന സാധനം, അതായത് ആ മർമ്മം എന്ന് പറഞ്ഞാൽ ആണ്ടവർ നമ്മളോട് ചെയ്യാൻ പോകുന്ന കാര്യം അത് എங்கே ഇരുന്നേ, അത് ആണ്ടവരുടെ ഹൃദയത്തിലിരുന്ന, അല്ലെങ്കിൽ ഏത് ആണ്ടവർ, ആ ആണ്ടവർ താൻ സകല സൃഷ്ടിയെയും സൃഷ്ടിച്ചാച്ച, ആ സൃഷ്ടിച്ച ആണ്ടവരുടെ ഹൃദയത്തിൽ കിടന്ന കാര്യം അത് ഇപ്പോൾ പുറത്ത് വന്നാച്ച. അത് ആ പുറത്ത് വന്ന എന്നാ കാര്യമായെങ്കിൽ നമ്മൾ വായിക്കുന്നത് മറിഞ്ഞു കിടന്ന മർമ്മം അതിൻ്റെ എല്ലാവർക്കും
അത് നമ്മളിൽ കൂടെ പ്രകാശിപ്പിക്കണം. അതായത് അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരം അത് പ്രകാശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ വെട്ടത്തിൽ കൊണ്ടുവരണം. വെട്ടത്തിൽ കൊണ്ടുവന്നാൽ അത് ഇതുവരെ അത് ഹൈഡായിരുന്നു, അത് ഇതുവരെ അത് ഇരുട്ടിലായിരുന്നു. ആ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്നു. അതായത് അത് പ്രകാശിപ്പിക്കാൻ വേണ്ടി ആണ്ടവർ ചെയ്ത കാര്യമാണ് നമ്മൾ കേൾക്കുന്നത്. പ്രകാശിപ്പിക്കാനായി ഈ കൃപ നൽകിയിരിക്കുന്നു. ആണ്ടവർ അവന് കൃപ നൽകിയിരിക്കുന്നു. ഈ കൃപ നൽകാനുള്ള കാരണം ആണ്ടവരുടെ മനസ്സിലിടുന്ന ആ ചിത്തം, അല്ലെങ്കിൽ ആണ്ടവരുടെ മനസ്സിലിടുന്ന ആ മർമ്മം, അല്ലെങ്കിൽ ആണ്ടവരുടെ മനസ്സിലിടുന്ന ആഗ്രഹം, അത് വെളിച്ചത്ത് കൊണ്ടുവന്ന് അത് ഞാൻ ചൊല്ലാൻ വേണ്ടി ആണ്ടവരായ യേശു ക്രിസ്തു, അല്ലെ ആണ്ടവർ എനിക്ക് കൃപ നൽകിയിരിക്കുന്നു. അയ്യോ, എത്ര വലിയ കാര്യമാണ് നമ്മളിങ്ങനെ വായിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം. അപ്പോൾ 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ 2-3 കാര്യം നമ്മൾ വായിക്കുന്നു. അങ്ങനെ അപ്പടി എന്നെ പറ്റിയ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും, അതായത് സ്വർഗത്തിലിരിക്കുന്ന വാഴ്ചകൾ, അതായത് ഇങ്ങനെ നമ്മൾ சொல்லுക വാഴ്ചകൾ എന്ന് ചൊല്ലുമ്പം, അതായത് പിശാചിൻ്റെ ദൂതന്മാർ അല്ലെങ്കിൽ പിശാച് മൂലം നമ്മളോട് കാണിക്കുന്ന പ്രോബ്ലം ഉള്ള കാര്യത്തിൽ അവനെന്നാ சொல்லுക, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും. അതായത് അത് വാഴ്ചകളും അധികാരം നമ്മൾ എഫീസിൽ നമുക്ക് പിന്നെയും കാണാം. ഏത് വാഴ്ചകൾ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ദൂതന്മാർ, അല്ലെങ്കിൽ അവൻ താൻ ഈ ലോകത്തിൽ വാഴുന്ന, അതായത് നമ്മൾ തിരിയും, നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ എന്നാ വാസിക്കുന്നത്, സാത്താൻ ചൊല്ലുക എനിക്കിതെല്ലാമേ തന്നിരിക്കുക. അന്നേരം അവൻ താൻ ഇങ്ങനെ വാഴ്ച പണ്ണുക. അന്നേരം അവന്റെ കാര്യമാണെങ്കിൽ ചൊല്ലുക അവൻ എന്താണ് ചൊല്ലുന്നത് നമ്മൾ വാസിക്കും. സ്വർഗത്തിൽ വാഴ്ചകളും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം, അത് മാത്രമല്ല ആണ്ടവരുടെ ബഹുവിധമായ ജ്ഞാനം നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം. അത് ഞാൻ നിർത്താൻ പോവാണ്. എൻ്റെ സമയം ഞാൻ ഇങ്ങനെ മുടിഞ്ഞാച്ച് നമ്മൾ ആദ്യത്തെ 5 വാക്യത്തിൽ നമ്മൾ വാസിച്ചാച്ച് എന്നാ വാസിച്ചാച്ച്, ആണ്ടവർ അവന്റെ ചിത്തം, അല്ലെങ്കിൽ അവന്റെ മനസ്സിലിടുന്ന മർമ്മം നമ്മളെ വെളിപ്പെടുത്തിയാച്ച്. അത് എപ്പടി വെളിപ്പെടുത്തിയാച്ച്, അത് അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരം നമ്മളെ വെളിപ്പെടുത്തിയാച്ച്. അത് എന്തിനെ വെളിപ്പെടുത്തിയാച്ച്, അവന്റെ സുവിശേഷം അറിയിപ്പാൻ വേണ്ടി. ആർക്ക് സുവിശേഷം അറിയിപ്പാൻ വേണ്ടി? ജാതികൾക്ക് സുവിശേഷം അറിയിപ്പാൻ വേണ്ടി. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയല്ല, നമുക്ക് ജാതികൾക്ക് വേണ്ടി. അതായത് ആണ്ടവരായ യേശു ക്രിസ്തു നമുക്ക് സുവിശേഷം അറിയിപ്പാൻ വേണ്ടി ആണ്ടവരായ യേശു ക്രിസ്തു അപ്പോസ്തലനായ പൗലോസിനെ തിരഞ്ഞെടുത്ത് അവനെ കൊണ്ട് സുവിശേഷം ചെയ്യാൻ. അത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ വിശ്വസിച്ച് അവന്റെ ഭയത്തിൽ അവന്റെ പ്രിയമക്കളായി തീരണം, അല്ലെങ്കിൽ നമ്മൾ അവന്റെ മക്കളായി തീരണം. അവന്റെ അനുഗ്രഹം, അവന്റെ കൃപയെല്ലാം നമുക്കും കിടക്കണം. അതിനു വേണ്ടി താൻ ആക്കിയാച്ച്. ആണ്ടുകൾക്ക് നമുക്ക് സ്തുതിക്കാം. ഞാൻ ഇങ്ങനെ നിർത്തുകയാണ്. നമുക്ക് പിന്നെ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ പിന്നെ പേശിടാം. ആണ്ടുകളുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.